കുറച്ച് മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. ആ പ്രൊമോയിൽ കാണുന്ന പോലൊന്നും അല്ല. ആക്ച്വലി ലൈവില് ഈ ഷാനവാസ്, അനീഷ്, ആദില, അനുമോള്, നൂറ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണെന്ന് ആരും വിചാരിക്കരുത്. തിക്ക് ഫ്രണ്ട്സ് അല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഒരു ബോണ്ടുണ്ട്. ആ ഒരു ഒരു കെമിസ്ട്രി ഇവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനകത്തുണ്ട്. ജയിലിൽ കിടന്ന ആദിലയും അനീഷ് സംസാരിക്കാൻ കേട്ടോ. ശരിക്കും കഴിഞ്ഞ ആഴ്ചയൊക്കെ മുതലാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടി തുടങ്ങിയത് അല്ലേ. അനീഷ് ആദിലയുടെ അടുത്ത് പറയാണ്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഞാനാണ് ആ കോയിൻ എടുത്തത്. അപ്പോൾ അനീഷ്, അതൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ആദില വെച്ച്, അതെങ്ങനെ അറിയാം? എൻ്റെ ആ ഷെൽഫ് തുറന്ന് കോയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആദില അല്ലെങ്കിൽ ഷാനവാസ്, വേറെ ആരും എടുക്കില്ല എന്ന് എനിക്കറിയാം. അന്ന് എൻ്റെ ദേഹത്തൂടെ ഒരു പത കൊണ്ട് വീഴ്ത്തിയില്ലേ, അതെനിക്കറിയാം ആദിലയാണ് ചെയ്തതെന്ന്. മറ്റേ ഒരു ദിവസം രാത്രിയിൽ ഒരു ക്രീം കൊണ്ടുവന്ന് വീഴ്ത്തിയില്ലോ, ആ കാര്യമാണ്. സോ അങ്ങനെ അവർ തമ്മിൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഭയങ്കര രസമാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മൊമെന്റ്സ് ഒക്കെ കാണുന്നതിനായിട്ട്. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പുള്ളി അങ്ങനെ ആരുമായിട്ടും അങ്ങനെ തിക്ക് റിലേഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരാളല്ല. ഇതൊരു റിയാലിറ്റിയാണ്. അനീഷ് ആരുമായിട്ടും ഭയങ്കര ക്ലോസ് ആവത്തില്ല. അനീഷിന് അറിയാം ഇതൊരു ഗെയിം ഷോ ആണ്, പണി വരും എന്നുള്ളത്. അപ്പോൾ അനീഷ് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും. അത് പല ഫ്രണ്ട്ഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് എപ്പോഴും ഒരു തടസ്സമാണ്. ഷാനവാസിന്റെ കേസിലാണെങ്കിൽ അനീഷിന്റെ അടുത്ത് ഷാനവാസിന് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആവുന്നോന്ന് എനിക്ക് ഡൗട്ടാണ്. അത് എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞാക്കിയതാണ്. ബട്ട് അനീഷിനെ മനസ്സിലാക്കി ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറാണ്. ഷാനവാസ് അനീഷിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇനി ആദില, നൂറ, ഷാനവാസ് തമ്മിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ആദിലയ്ക്കും നൂറയ്ക്കും ഷാനവാസിന് ഭയങ്കര കാര്യമാണ്, ബഹുമാനമാണ്. ആദിലയ്ക്ക് ആക്ച്വലി ഈ അനീഷിനെയും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് അത് എല്ലാവർക്കും, ഓഡിയൻസിന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല.